വേണ്ട. എന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഒരു ജ്യൂസ് പോലും നീ കുടിക്കില്ലേ? കുടിക്കരുതെന്നാണ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് ഞാൻ അയാളോടും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അയാൾ അടുക്കള കയറുന്നത്. ഇനിയിപ്പോ അയാൾ തിരക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ ഒരു ജോലിക്കാരിയെ ചിലപ്പോ ഞാനിവിടെ വെച്ചെന്ന് വരും. എടാ, എന്തിനാടാ ഇങ്ങനെ അവഗണിക്കുന്നേ? അവഗണിക്കാൻ മാത്രം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട്. എടാ, നിന്റെ ഭാര്യയ്ക്കൊപ്പം സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും കൂടിയാ വേറൊരു പെങ്കൊച്ച് ഇങ്ങോട്ട് കയറി വന്നത്. എന്നിട്ട് അവളിപ്പോ അവളുടെ വീട്ടിലാ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? ഉണ്ണിയെ നിന്റെ ഭാര്യ ഒരുപാട് ഇടിച്ചു താഴ്ത്തി. അവന് മുകളിൽ മഞ്ജുവിനൊരു സ്ഥാനം കൊടുത്തു. ദേ, അത് ഇതുവരെ സത്യം പറഞ്ഞാ കരുണമോൾ അറിഞ്ഞിട്ടില്ല. അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാലേ രണ്ടാളും രണ്ട് വഴിക്കാവും എല്ലാ അർത്ഥത്തിലും. അവനിക്ക് ആവട്ടെ. അവക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ ഇവിടുന്ന് ഓടിപ്പോയത്? എന്റെ സ്വത്തുക്കൾക്ക് മുകളിൽ അവൾക്കും അവളുടെ ഭർത്താവിനും കയറിയിരിക്കണം. അതെങ്ങനെ സാധിക്കും? സ്വന്തം പേരിലുള്ള സ്വത്തുക്കൾ ആരെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കൂ? സ്വത്തൊന്നും കൊടുക്കണ്ട. ഉണ്ണിക്ക് കുറച്ച് മാന്യത കൊടുത്തൂടെ? നിനക്ക് നിന്റെ ഭാര്യയ്ക്കും കൊടുക്കേണ്ട മാന്യതൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതിൽ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ തോന്നുന്ന പോലെ ചെയ്യാം. എല്ലാവരുടെയും സ്വഭാവം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ അത് ശരിക്കും മനസ്സിലാക്കാൻ ഞാനൊരു കല്യാണം കഴിക്കേണ്ടി വന്നു എന്ന് മാത്രം. അമ്മയും മോളും മാറി മാറി അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാ ബാക്കിയുള്ളവർ നന്നാവുന്നത്? ഞങ്ങളൊക്കെ അമ്പലത്തിൽ പോയെന്ന് കരുതി ആരും നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കൊന്നുമില്ല. നന്നാവാനും പ്രാർത്ഥിക്കില്ല. എടോ, വെറുതെ ഇവിടെ ഒന്ന് വാചകം അടിക്കാതെ. ദേ, എനിക്കൊരു ഗ്ലാസ് ജ്യൂസായിട്ട് വന്നതാ. ഞാൻ അമ്മയെന്ന് വിളിച്ചിട്ടും എന്നെ മകനായിട്ട് കാണാത്ത അമ്മ. താൻ പോയിട്ട് ഒരു ഗ്ലാസ് മോരിങ് എടുക്ക്. ശരി കണ്ണേട്ടാ. മഹി, കണ്ടിട്ടാ വേണ്ട. എഴുന്നേക്ക്. ഒരാൾ വീഴുമ്പോ അമ്മയ്ക്കൊന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചൂടെ? ഞാൻ എന്തിനാടാ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ വീഴ്ച കണ്ട് ഇവള് സന്തോഷിക്കല്ലേ? പിന്നെ വീണവളെ താങ്ങി പിടിക്കേണ്ട കാര്യം എനിക്കെന്താ? അതെ, താമന്നേ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഓ, കാല് തെറ്റിയൊക്കെ എല്ലാവരും വീഴുന്നത് സർവ്വസാധാരണമാ. അതിനെന്തിനാ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോന്നേ? ഓ, പിന്നെ ഇവളിപ്പോന്ന് മൂക്ക് ചീറ്റിയാലും തുമ്മിയാലും ഒക്കെ നീ കൊണ്ട് ഓടുമല്ലോ. എന്നുവെച്ചാ ഭാര്യയായിട്ടല്ലോ, കൊച്ചു കുഞ്ഞായിട്ടല്ലേ നീ ഇപ്പൊ ഇവളെ ഒക്കത്ത് വെച്ചോണ്ട് നടക്കുന്നത്. തനിക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല കണ്ണേട്ടാ. ഞാൻ പോയി മോരെടുത്തോണ്ട് വരാം. മഹി, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ പോയിട്ട് വരാം. മഹി, ഒരു കുഴപ്പമില്ല. കണ്ണേട്ട സാഹസം ഒന്നും കാണിക്കാതിരുന്നാ മതി.